പ്രൈസ് ദി ലോർഡ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. അങ്ങനെ ആ രഹസ്യം ദാനിയേലിന് രാത്രി ദർശനത്തിൽ വെളിപ്പെടുത്തി. ഇതാ, നെബൂഖദ്നേസർ രാജാവ് കണ്ട സ്വപ്നവും അതിന്റെ അർത്ഥവും വ്യാഖ്യാനിച്ചു കൊടുക്കാൻ രാജ്യത്തിൽ ആരുമില്ലാതെ ഇരുന്നയിടത്ത് ഇതാ ദാനിയേലിനും തന്റെ കൂട്ടുകാർക്കും ജീവന് നേരെ ഭീഷണി പോലും വരുന്ന സമയങ്ങളിൽ കർത്താവിന്റെ സന്നിധിയിൽ തങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഒരുമിച്ചുള്ള പ്രാർത്ഥനകൾ ദാനിയേലിന് ആ രഹസ്യങ്ങളെ സർവശക്തനായ കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു. ജീവിതത്തിൽ പലപ്പോഴും നാം നേരിടുന്ന പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കുവാൻ കഴിയാതെയായി നിൽക്കുമ്പോൾ ഇതാ സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. മാനുഷികമായിട്ടുള്ള ജ്ഞാനവും ശ്രമവും പര്യാപ്തമല്ലാത്ത ഇടത്ത് ദൈവികമായ ജ്ഞാനവും കരുണയും നമ്മെ നയിക്കുവാനിടയായിത്തീരും. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി രഹസ്യങ്ങളെ വെളിപ്പെടുത്തും. അതെ, പ്രാർത്ഥിക്കുന്ന നമുക്ക് വേണ്ടി സർവശക്തനായ കർത്താവ് തന്റെ പദ്ധതികൾ എന്തെന്ന് വെളിപ്പെടുത്തി തരുവാനിടയായിത്തീരും. അങ്ങനെയെങ്കിൽ പ്രിയരെ, പ്രാർത്ഥിക്കുക. ചില രഹസ്യങ്ങളെ സർവശക്തനായ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തും. അതേ, ജീവിതത്തിന് നേരെ ഭീഷണികൾ വന്നു നിൽക്കുന്ന വേളകളിൽ, ജീവിതത്തിന്റെ നേരെ പ്രതിസന്ധികൾ നേരിടുന്ന വേളകളിൽ ഇതാ പ്രാർത്ഥിക്കുവാൻ തയ്യാറായ ദാനിയേലിന് വേണ്ടി, തന്റെ കൂട്ടുകാർക്ക് വേണ്ടി ആ രഹസ്യങ്ങളെ സർവശക്തനായ ദൈവം വെളിപ്പെടുത്തിയെങ്കിൽ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക. ദൈവം ചില വിഷയങ്ങൾക്ക് വേണ്ടിയുള്ള വഴികൾ തുറന്നു തരും. ജീവിതത്തിൽ എന്താണ് പ്രാർത്ഥനകളോടുകൂടി ഈ ദിവസങ്ങളിൽ ആയിരിക്കുന്നത്, അതിനുവേണ്ടിയൊക്കെ നിലകളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരുവാൻ ഇടയായിത്തീരും. നിങ്ങളുടെ കുടുംബപരമായിട്ടുള്ള വിഷയങ്ങളിൽ, അതേ ശുശ്രൂഷപരമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ വിഷയങ്ങളെന്ത് അതിന്മേലൊക്കെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരുവാൻ ഇടയായിത്തീരും. വചനത്തിന്റെ ചില രഹസ്യങ്ങളെ സർവശക്തനായ കർത്താവ് തന്റെ ദർശനങ്ങളിലെ ചില രഹസ്യങ്ങളെ ഒക്കെ കർത്താവ് വെളിപ്പെടുത്തി ശക്തമായി കൈപിടിച്ചു നടത്തുവാൻ ഇടയായിത്തീരും. രാജാവ് ശയനഗൃഹത്തിൽ സംസാരിക്കുന്ന കാര്യം എലീശ പ്രവാചകന് വെളിപ്പെട്ട് കിട്ടിയതുപോലെ ഇതാ സർവശക്തനായ ദൈവം പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദർശനങ്ങളെ വെളിപ്പെടുത്തുന്നു. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി വെളിപ്പാടുകളെ തുറന്നു കൊടുക്കുന്നു. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവത്തിന്റെ പ്രവർത്തികളും മറുപടികളും തുറന്നു കൊടുക്കുകയാണ്. കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. കൂട്ടായുള്ള പ്രാർത്ഥനയ്ക്ക്, ഒരുമിച്ചുള്ള പ്രാർത്ഥനയ്ക്ക് അതിന്റെ തക്കതായ നിലകളിൽ തക്കതായ മറുപടികളെ, അതിന്റെ വിടുതലുകളെ സർവശക്തനായ കർത്താവ് നൽകും. അപ്പോൾ പ്രാർത്ഥന ഒരിക്കലും പരാജയമല്ല, രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നതാണ്. സർവശക്തനായ ദൈവം ഈ വചനത്താൽ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.